ഒരു അപകട വാർത്ത കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ ലോറിക്കും KSRTC ബസ്സിനും ഇടയിൽ കാർ കുടുങ്ങി അപകടമുണ്ടായി. അപകടത്തിൽ കാർ ഡ്രൈവർ മരിച്ചു. എലത്തൂർ സ്വദേശി മുഹമ്മദ് മജ്ദൂദ് ആണ് മരിച്ചത്. അഖില CP വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, ഇത് എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, വലിയൊരു അപകടത്തിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയൊരു അപകടമാണ് ഒഴിവായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരേ സമയം 3 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. അതായത് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കാറിന് വലിയ ഗുരുതരമായിട്ടുള്ള പരിക്ക് കാറിലുള്ളവർക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ 3 ലോറികളാണ് 3 വാഹനങ്ങൾ ഒരേ സമയം അപകടത്തിൽപ്പെടുന്നത്. അതായത് ലോറിയും കാറും KSRTC ബസ്സുമാണ് അപകടത്തിൽപ്പെടുന്നത്. അതായത് കോഴിക്കോടേക്ക് ഇത്തരത്തിൽ തണ്ണിമത്തനുമായിട്ട് വരുന്ന ലോറി മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു കാർ. അപ്പോൾ വയനാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിനിടയിലും ഈ ലോറിക്കിടയിലുമാണ് ഈ കാർ കുടുങ്ങുന്നത്. അപ്പോൾ കാറിന്റെ അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും കാറിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. അത് 3 പേരുടെയും നില ഗുരുതരമായിരുന്നു. ഇപ്പോഴാണ് ഡ്രൈവറായിട്ടുള്ള എലത്തൂർ സ്വദേശി മജ്ദൂദ് മരിച്ചെന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. അദ്ദേഹം മെഡിക്കൽ കോളേജിലായിരുന്നു. ബാക്കി ലോറി വീണ്ടും ഈ അപകടത്തിൽപ്പെട്ടപ്പോൾ തലകീഴായി മറിയുകയായിരുന്നു. പിന്നെ KSRTC ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് KSRTC ഡ്രൈവർ പുറത്തേക്ക് തെറിച്ചു. പക്ഷേ അദ്ദേഹം വീണ്ടും KSRTC ബസ്സിലേക്ക് ഓടിക്കേറി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് ഇത്തരത്തിൽ ബസ് നിർത്തുന്നത്. അപ്പോൾ വലിയൊരു അപകടമാണ് ഒഴിവായിരുന്നത്. KSRTC ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. 12 പേർക്ക് ഇതുവരെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗുരുതരമല്ലാത്തവരെ ഇത്തരത്തിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ KSRTC അപകടത്തിൽ നിന്ന് ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ആശ്വാസം. കാരണം താമരശ്ശേരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിറയെ വളവുകളും ഇത്തരത്തിൽ വെറും മീറ്ററുകൾ മാത്രമാണ് വലിയൊരു താഴ്ച ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. എന്തായാലും KSRTC ഡ്രൈവറുടെ വലിയൊരു ഇടപെടൽ വലിയൊരു അപകടം ഒഴിവാക്കി എന്ന് നമുക്ക് പറയാനാവുമോ എന്ന് കഴിയില്ല. അപകടത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം കൊണ്ട് നിന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, കുറച്ച് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് കുറച്ച് പേർക്ക്. അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ വാഹനം പൂർണ്ണമായും തകർന്നിട്ടുള്ളത് നമുക്ക് കാണാം, കാർ. അങ്ങനെ നോക്കുമ്പോൾ വ്യാപ്തി അല്പം കുറഞ്ഞു എന്നത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. അഖിലയാണ് വിവരങ്ങൾ നൽകിയത്.